ഇസമോളെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയൊരു സാധനമാണ് കേട്ടോ. അതിൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടാൽ മനസ്സിലാവും നമ്മളെ ചെറിയ കുട്ടിപ്പുര. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇസമോളെ നല്ല ഉറക്കമാണ്. അവൾ എണീറ്റ് വരുമ്പോൾ നമുക്കിത് കാണിച്ചു കൊടുക്കുക എന്താണെന്ന് നോക്ക്. സംഭവത്തിൽ എന്താണെന്നൊന്നും അറിയില്ല, പക്ഷേ അവൾ പെട്ടി കൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിന്. അങ്ങനെ എന്താ അതിൻ്റെ സാധനങ്ങളൊക്കെ പുറത്തേക്ക് ഇട്ട് നമ്മൾ വീട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇസമോൾ ഉണർന്നിട്ട് ഓളെ റിയാക്ഷനും കൂടി നോക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് കയറൂലെന്നൊന്നും അറിയില്ല. അപ്പോൾ അവിടെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ട് അനൂസും അപ്പോൾ ആദ്യം കുറേ നേരമായിട്ട് സെറ്റാക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റിൽ നടക്കണം. അപ്പോൾ എന്തായാലും മൂൽ സെറ്റാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓൾ തന്നെ സെറ്റാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ ഇത് നല്ലൊരു യൂസ്ഫുൾ ആവും കേട്ടോ. നല്ലൊരു സാധനമാണ് സംഭവത്തിൽ. ചെറിയ കുട്ടികൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ കളിക്കാനൊക്കെ നല്ലതാണ്. പക്ഷേ ഇതമോൾ എണീറ്റ് വന്ന് ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. ഓൾ ഉറക്കത്തിൽ നിന്ന് നീച്ച് വരുമ്പോൾ തന്നെ ഇതാണ് കാണുന്നത്. തൊട്ടിലിൽ നിന്ന് ഞാൻ എടുത്ത് വന്നാണ് നേരെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറൂലെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഫാദിനെ അതിൻ്റെ ഉള്ളിലേക്ക് വിട്ടൊന്ന് കാണിച്ചു കൊടുത്തിട്ടോ. പക്ഷേ ഓൾ അതിൻ്റെ അടുത്ത് ഇങ്ങനെ പോയിരിക്കുക എന്നല്ലാതെ ഓൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറണില്ല. ഫാദിമോനാണെങ്കിൽ ഒരു കുപ്പായമൊന്നും ഇടാതിരിക്കണോണ്ട് തന്നെ ഓനെ ഞാൻ ഈ വീഡിയോയിൽ എടുക്കണ്ട എന്നിങ്ങനെ വിചാരിച്ചിട്ടോ. അങ്ങനെ ഇതമോളിങ്ങനെ ആദ്യം തന്നെ അതിൻ്റെ പുറത്തുള്ളതൊക്കെ മാന്തിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ ചെറിയ നൂല് പോലത്തെ സാധനമാണ്. അതൊക്കെ മാന്തിരത്തെ പെരൊന്നായിട്ട് പോകുമെന്ന് നോക്കറിയില്ലല്ലോ. അങ്ങനെ അതാ കുറച്ച് നേരമൊക്കെ ഓൾ ഇങ്ങനെ നോക്കി നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചൊക്കെ ചെയ്തു. ഓൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് സംഭവം. ഓളെ കളിക്കോപ്പൊക്കെ ഞാൻ അതിൽ കൊണ്ടുപോയിട്ട് ഓളെ കസേര ഉണ്ട് അതതിൻ്റെ ഉള്ളിലിട്ടണേ. അങ്ങനെ അതാ ഫാദി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയുണ്ട്. ഇവൾ ഇങ്ങനെ പൂച്ച മീൻ കാവലിക്കും പോലെ പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഫാദി അതിൻ്റെ ഉള്ളിലേക്ക് കയറിന് കേട്ടോ. ഫാദി അതിൻ്റെ ഉള്ളിലേക്ക് കയറിയേ കണ്ടിട്ട് ഓൾ മെല്ലെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള പുറപ്പാടാണ്. അങ്ങനെ അതാ ഓള് ഫൈനലി അതിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. സംഭവത്തിൽ നല്ല രസമാണ്. പിന്നെ നമ്മൾ അടിയൊന്നും ഇടാത്ത വൃത്തികേടായി നിൽക്കുന്ന നിലമായതുകൊണ്ട് കുറച്ച് വൃത്തികേടൊക്കെ ഉണ്ടാവും. നല്ല വൃത്തിയുള്ള എല്ലാ പണിയും കഴിഞ്ഞ വീടൊക്കെ ആണെങ്കിൽ നല്ല രസം ഉണ്ടാവും കാണാൻ. ഇതിപ്പം ഇങ്ങനെ സിമെൻറ്റ് കലക്കി പറഞ്ഞ സ്ഥലമായതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഭംഗിക്കുറവൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ അതാ ഇതമോളെ പാവക്കുട്ടിയൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിന് കേട്ടോ. അപ്പോൾ ഓൾ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കളിച്ചാണ്. പക്ഷേ ഈ ഒരു സംഭവം കെട്ടി കഴിഞ്ഞ് നോക്കുമ്പോൾ എന്താ നമ്മളെ വലിയ കുട്ടികളാണ് അതിൽ കയറിയിരിക്കുന്നത്. ഫാദി അനൂസാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതും ഇരിക്കുന്നതും. ഇതമോളേനേക്കാളും കൂടുതൽ ഫാദി അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുകയാണ്. ഓനാണ് ഇപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. വീഡിയോ ഓഫാക്കി അതിൻ്റെ ഉള്ളിൽ കയറാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ കാത്തിക്കേനി. അപ്പോൾ ഓൻ അതിൻ്റെ ഉള്ളിൽ കയറി കാണിച്ചു കൊടുത്തപ്പോഴാണ് കേട്ടോ ഓക്കെ എന്താണെന്ന് സംഭവം മനസ്സിലായത്. സംഭവത്തിൽ അങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയോളാം. വണ്ടി ഇപ്പുറത്ത് വെച്ചിന് കസേല അതിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഊഞ്ഞാലിനുള്ളിൽ ഇരിക്കണമില്ല കയറണമില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള നടക്കുന്നുണ്ട്. പക്ഷേ ഓൾ നിന്നാണ്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോരുകയാണ്. അത്ര അന്തല്ലേ ഉള്ളൂ. അങ്ങനെ നിന്നാണ്ടൊക്കെ ഇറങ്ങി പോകുന്ന ഈ സാധനം കേടുവരുമല്ലോ. അപ്പോൾ 2 ദിവസത്തോളം പൂതിക്കും വേണ്ടിയിട്ട് 2 ദിവസം പുറത്തേക്ക് വെച്ചിട്ട് ഓക്ക് ബുദ്ധി വെച്ചിട്ട് ശരിക്കും വെക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ